എത്ര കണ്ട് ശരി ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ചില വാർത്തകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. ചിലത് രാഷ്ട്രീയ പ്രേരിതമായെന്ന് പറഞ്ഞ് നമുക്ക് എഴുതി കളയുകയും ചെയ്യാം. കാരണം അയക്കുന്ന ആളിൻ്റെ ഇൻറ്റൻഷൻ, അയച്ച വിഷയത്തിൻ്റെ ഇൻറ്റൻഷൻ, ഇങ്ങനെ പല ഇൻറ്റൻഷനുകളുണ്ട് ഒരു വാർത്തയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ഥിരീകരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ പ്രധാനമാണ്. എന്തായാലും ബി.ജെ.പിയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള പി.ആർ. ശിവശങ്കരൻ സാധാരണ ആളല്ല, ചെറിയ ആളുമല്ല, ഉത്തരവാദിത്വത്തോടുകൂടി കത്തെഴുതുന്ന ആളുമാണ്. അദ്ദേഹം ഒരു കത്ത് ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷൻ എന്നുള്ള നിലയിലും ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലും അമിത്ഷായ്ക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. ആ കത്തയച്ച കാര്യത്തിൽ നമുക്ക് താല്പര്യമൊന്നുമില്ല, അത് അവരുടെ ഇൻറ്റേർണൽ കാര്യം. പക്ഷെ ആ വിഷയത്തിൽ ഒരു ചെറിയ മെരിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഭീകര ശൃംഖലകൾ, അദ്ദേഹം അത് ചില സമുദായവും മതമായിട്ടൊക്കെ ചേർത്തുമൊക്കെ പറയുന്നുണ്ട്. നാർക്കോ ടെററിസം ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലഹരിയുമായി ലഹരി ഉണ്ടോ അവിടെ സമ്മർദ്ദവും തല്ലും ബഹളവും. കാര്യം മദ്യപിക്കുന്ന ആളുകളൊക്കെ നമുക്കറിയാം, അവർക്ക് അവരെ കുറ്റമല്ല അത്, കാരണം അവരുടെ മാനസികാവസ്ഥ മാറും, പിന്നെ ഒരു സംഘർഷത്തിലേക്കും ഭീകരവാദത്തിലേക്കും പോകും. സംഘടിത കുറ്റകൃത്യ കേന്ദ്രങ്ങൾ എന്നിവയുടെ ഒരു വലിയ ഹബ്ബായി പെരുമ്പാവൂരും എറണാകുളവും ഒക്കെ മാറുകയാണ്, എറണാകുളം ജില്ല മാറുകയാണ് എന്നുള്ളതാണ് പരാതി. അതുകൊണ്ട് UAPA പ്രകാരം നടപടിയെടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യുവമോർച്ചയുടെ നേതാവ് പ്രവീൺ നെട്ടാരു വധക്കേസിലെ മുഖ്യപ്രതി അബ്ദുൽ നാസറിനെ കൊച്ചി പള്ളുരുത്തിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. കൊച്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ നിരോധിത ഭീകര സംഘടനകളും അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയകളും സുരക്ഷിത താവളങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. 2010 പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിയ കേസിലെ പ്രതി സവാദിനെ വർഷങ്ങളോളം ഒളിവിൽ കഴിയാൻ സഹായിച്ചതും സമാന ശൃംഖലയാണെന്നും കത്തിൽ പറയുന്നു. പ്രവീൺ നെട്ടാരു വധക്കേസിലെ പ്രതി അബ്ദുൽ നാസർ 3 വർഷത്തോളം കൊച്ചിയിൽ ഒളിവിൽ കഴിയാൻ PFIയുമായി ബന്ധപ്പെട്ട പ്രാദേശിക ശൃംഖലകൾ സഹായിച്ചു എന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പെരുമ്പാവൂരിലെ PFI ജില്ലാ ഓഫീസ് റെയ്ഡ് ചെയ്ത് പൂട്ടിയെങ്കിലും സംഘടനയുടെ ഭൂഗർഭ ശൃംഖല ഇപ്പോഴും സജീവമാണ്. യോഗ, കായിക ക്ലബ്ബുകൾ എന്നിവയുടെ മറവിൽ യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകുന്നുവെന്നും കത്തിൽ പറഞ്ഞു. എറണാകുളം ജില്ലയിൽ രജിസ്റ്റർ UAPA കേസുകളുടെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ടും സംസ്ഥാന സർക്കാരിനോട് തേടണമെന്നും പറയുന്നു. അതേസമയം ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB പ്രകാരം കണക്കുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മയക്കുമരുന്ന് കേസുകളിൽ കൊച്ചി രാജ്യത്ത് 2ാം സ്ഥാനത്താണെന്നും പെരുമ്പാവൂരിൽ 18 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ സംഭവം ആഡംബര ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ശൃംഖലകളും സംഘടിത കുറ്റകൃത്യ ശൃംഖല ഭാഗമാണെന്നും കത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതിനകത്ത് ഈ പ്രവീൺ വധക്കേസവും PFIയുടെ കേസും അതെല്ലാം ഒരു വശത്ത് പൊളിറ്റിക്കലിയും കൂടി എഴുതുന്നൊരു കത്തായിരിക്കാം. പക്ഷേ മറ്റൊരു ഭാഗം വളരെ പ്രധാനമാണ്. പെരുമ്പാവൂരിൽ നിന്ന് 18 കോടി രൂപയുടെ ഗഞ്ചാവാണ് പിടിച്ചത്. ഗഞ്ചാവ് പിടിച്ചു, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ കൊച്ചി കേന്ദ്രമായിട്ടുള്ള ആഡംബര ഹോട്ടലുകളും ചില DJ പാർട്ടികളും ചില പ്രശ്നങ്ങളും കുറച്ച് ഗുരുതരം തന്നെയാണ്. അതിനെതിരെ ശക്തമായ നടപടിയാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചു വരുന്നത്. കാരണം അദ്ദേഹം ഗഞ്ചാവിൻ്റെ മറവിൽ, ലഹരിയുടെ മറവിൽ നടക്കുന്ന ഈ കൊള്ളസംഘത്തെ പിടിക്കാനായി ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന വലിയ ഒരു പരിപാടി തന്നെ, വലിയൊരു പ്രൊജക്റ്റ് തന്നെ കേരളത്തിൽ നടപ്പിലാക്കുന്നു. അതിൽ പെരുമ്പാവൂരിന് വേണ്ടി സ്പെഷ്യൽ ഒരു ടീമിനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഈ കത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ അത് കാരണം എറണാകുളം എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രശ്നം വലിയ മൈഗ്രേഷനുള്ള നഗരമാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസവും വന്നു പോകാൻ പറ്റുന്ന ഒരു മൈഗ്രേറ്റഡ് സിറ്റിയാണ്. അത് ആളുകൾ ഇങ്ങനെ വന്നു പോകുന്ന സിറ്റിയാണ്. വളരെ വേഗം വളരുന്ന സിറ്റിയാണ്. IT-യുടെ ഹബ്ബാണ്. വിമാനത്താവളമുണ്ട്, മെട്രോ ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് വളരെ സൗകര്യത്തിൽ വന്നു പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒളിത്താവളങ്ങളിൽ കഴിയാനും പറ്റും. ആരെയും മുഖപരിചയം ഒന്ന് കാണുന്ന ആളിനെ അല്ല നാളെ കാണുന്നത്. ഗ്രാമങ്ങളാണെങ്കിൽ നമുക്ക് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കുറേ ആളുകളെ കാണത്തുള്ളൂ, അപരിചിതരെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് എറണാകുളം പോലുള്ള നഗരത്തിൽ എന്നും അപരിചിതരാണ് വരുന്നത്. പിന്നെ ആരെയാണ് ഇത് പരിശോധിക്കുക, ആരെയാണ് കണ്ടെത്താൻ കഴിയുക? അതുകൊണ്ട് വളരെ വലിയ ഒരു സാമൂഹ്യ വിഷയമാണ്, ഇത് രാഷ്ട്രീയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ അന്വേഷണം നടക്കണം. കേന്ദ്ര ഏജൻസി ആയാലും സംസ്ഥാന ഏജൻസി ആയാലും വളരെ വലിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കണം. ഇത് UAPA രേഖപ്പെടുത്തണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഗുരുതരമാണ് വാർത്ത. അത് ശരിയാണെങ്കിൽ എന്തായാലും കത്തെഴുതിയിട്ടുണ്ട്. ബാക്കി കണ്ടുപിടിക്കട്ടെ രാജ്യത്തെ കുറ്റാന്വേഷണ ഏജൻസികളും. കാരണം പല തീവ്രവാദ ബന്ധമോ രാജ്യാന്തര ബന്ധമോ ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അത് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളൂ. അവരും സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ചും വിജിലൻസും എല്ലാം സജീവമാകട്ടെ. ഇത് വ്യാപകമായി ഇതിനെതിരെയുള്ള
റെയ്ഡും നിയമ നടപടികളും ശിക്ഷാ നടപടികളും എല്ലാം ഉണ്ടാകേണ്ടത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ഇതിലെല്ലാം ചെന്ന് തലവയ്ക്കുന്നത് ന്യൂജൻ കുട്ടികളാണ്, ഇസഡ് ജെൻ കുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ പൈസ കിട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞോ മയക്കുമരുന്നോ മദ്യമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് കൊച്ചു കുട്ടികളാണ്, അവർക്കിത് അറിയത്തില്ല. അവരിത് ചെയ്യുന്ന തെറ്റിൻ്റെ വോളിയം എത്രയാണെന്ന് അവർക്കറിയത്തില്ല. അമ്മയെ അപ്പൂപ്പനെ അടിച്ച് കൊന്നിട്ട് അവിടെ ഇരുന്ന് ചായ കുടിക്കുകയും പാട്ട് കേൾക്കുകയും ഓംലെറ്റ് അടിച്ച് കഴിക്കുകയും ചെയ്ത മയക്കുമരുന്ന് കഴിക്കുന്ന കുട്ടിയുടെ നാടാണിത്. അത് അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. കുട്ടി മയക്കുമരുന്ന് അടിച്ചുകൊണ്ട് പയ്യൻ വളരെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞ്, SLCക്കോ +2നോ പഠിക്കുന്നത്, കഞ്ചാവ് അടിച്ചുകൊണ്ട് അമ്മൂമ്മയായിട്ടോ അപ്പൂപ്പനായിട്ടോ അവിടെ വീട്ടിലുള്ളവരായിട്ട് വഴക്ക് കൂടി ഒരു സ്ത്രീയെ അടിച്ചു കൊന്നു, തലക്കടിച്ചു കൊന്നു, അവിടെ ഒരു പുരുഷനെ അടിച്ചു കൊന്നു. രണ്ടുപേരും ഡെഡ് ബോഡി ഇട്ടിട്ട് അയാൾ പാട്ട് കേൾക്കുന്നു, അവിടെ ഇരുന്ന് പിന്നെ ഓംലെറ്റ് അടിച്ച് കഴിക്കുന്നു, പിന്നെ ഇറങ്ങിപ്പോകുന്നു. പോലീസ് വന്നാണ് പിടിക്കുന്നത്. അയാൾക്കൊരു കൂസലുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിനൊരു കുറ്റബോധമില്ല, താൻ ചെയ്ത തെറ്റാണ് എന്നൊരു ബോധമില്ല. കാരണം നല്ല ബോധത്തിലല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപബോധ മനസ്സിൻ്റെ മറ്റൊരു തലത്തിലേക്ക് വളർന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനെതിരെ ശക്തമായ നടപടി കൊച്ചിയിലായാലും പെരുമ്പാവൂരായാലും ഉണ്ടാകേണ്ടതാണ്. സംസ്ഥാന സർക്കാരും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരും രാജ്യാന്തര ഏജൻസികളും. കാര്യം ഇതിനകത്തൊക്കെ രാജ്യത്തിലെ ഏജൻസികൾ മാത്രമല്ല, രാജ്യാന്തര ഏജൻസികളും ഇതിനകത്ത് ബന്ധമുണ്ട്, കഞ്ചാവ് കേസിലും ലഹരി കേസിലുമൊക്കെ. അതുകൊണ്ട് അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. നമുക്ക് ഭയക്കേണ്ട വിഷയവുമാണ്.